നമസ്കാരം. ജൻസികൾക്ക് പൂക്കി എന്താണെന്ന് മനസ്സിലായോ ഇപ്പോ? അതായത് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ആട്ടിയപ്പോ നിങ്ങൾ എന്ത് കരുതി? ഇതൊക്കെ ഒരു തട്ടിപ്പാണെന്ന് നിങ്ങളോട് ആവർത്തിച്ച് പറയുമ്പോൾ രാഷ്ട്രീയം കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഉഡായിപ്പും ഈ പറയുന്ന ഈ നമ്പറൊന്നും കണ്ടപ്പോ മനസ്സിലായില്ല. പക്ഷെ റിയാലിറ്റി അറിഞ്ഞപ്പോ ഇപ്പോ ഇൻസ്റ്റയിൽ നോക്കാൻ വയ്യ. പൊന്നോ, ഓൾട്രേഷന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം പൂക്കിയെ ഒറിജിനൽ അങ്ങ് ഏറിക്കയറ്റി പൂക്കി നിർത്തിയിരിക്കുകയാണ്. തെറി പൊങ്കാല. നോക്കിയേ, ആ ഓരോ കമന്റുകളും വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത് ഓൾട്രേഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജെൻസികളെ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോ ഇദ്ദേഹത്തിന്റെ പുതിയ PR പ്രചരണം എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയം ഉള്ള ഇടങ്ങളിൽ, അതായത് രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത മഞ്ഞ ഫാൻ പേജുകൾ ഉണ്ടല്ലോ, അതായത് യുവാക്കളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകൾ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി ലക്ഷങ്ങൾ കൊടുത്ത് PR പൂക്കിത്തരത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ ഇടയിലേക്ക് ഓൾട്രേഷൻ ഞാൻ അങ്ങ് അനുവദിക്കും, എനിക്കത് ഇഷ്ടമാണ്, പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്നൊക്കെ തട്ടിവിട്ടത്. എന്നിട്ട് ഇപ്പോ ഓൾട്രേഷന്റെ ലിസ്റ്റ് പുറത്തേക്ക് വിട്ടു. ഏതെങ്കിലും ഒരെണ്ണം കാര്യം വേണമെങ്കിൽ സീറ്റ് മാറ്റിക്കോ, നേരത്തെ പോലെ സൺഗ്ലാസ് ഒട്ടിച്ചോ, അല്ലെങ്കിൽ താഴത്തെ ഫ്ലോർ മാറ്റ് മാറ്റിക്കോ, ഹെഡ്ലൈറ്റ് അതൊന്നും മറ്റേ ഫോഗ് ലാമ്പ് ഒന്നും വയ്ക്കാൻ പറ്റില്ല. എന്താണ് പിള്ളേർ ആഗ്രഹിച്ചിരുന്നതും. അതായത് ഈ ഓൾട്രേഷൻ എന്ന് പറയുന്ന സാധനം സാധാരണഗതിയിൽ 2 വീലറിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ, അതായത് സ്പോർട്സ് ബൈക്കുകളാക്കുക അല്ലെങ്കിൽ കാറുകളെ ഓൾട്രേഷൻ നടത്തി സ്പോർട്സ് മോഡലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അവർ സൈലൻസർ മാറ്റി ഒച്ച ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബും എന്ന് പോകുമ്പോൾ ആ ശബ്ദം, അതിനോടൊപ്പം തന്നെ ഹെഡ്ലൈറ്റുകൾ, താഴത്തെ ഫോഗ് ലാമ്പുകൾ, മുകളിൽ വെക്കുന്ന ലൈറ്റുകൾ, ഇങ്ങനെ തുടങ്ങി കുറെയാണ് ഇവരുടെ. അതുപോലെ സൈലൻസറുകൾ, പെയിന്റ് മാറ്റി മോഡേൺ ആക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പൊതുവെ ഓൾട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഓൾട്രേഷൻ ഞാൻ അനുവദിക്കും. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് ആ ചിരിയൊക്കെ കണ്ടപ്പോ എന്ത് പറയാൻ, ജെൻസി പിള്ളേർ കരുതി ഇതാ നമുക്കെല്ലാം ചെയ്തു തരാൻ പോകുന്നു. ഇങ്ങനെ ഉടായ്പിലൂടെ 18 വയസ്സ് തികഞ്ഞ പിള്ളേരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ നമ്മൾ ചൂഷണം ചെയ്യണമല്ലോ. എങ്ങനെയൊക്കെ ഇവരെ കുപ്പിയിലിറക്കാം, ആ ആശയത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഇപ്പോ ഇദ്ദേഹം, അതായത് കൊടുത്തിരിക്കുന്ന 24 ഓൾട്രേഷന്റെ അനുമതികളൊക്കെ എന്ന് പറഞ്ഞാൽ സീറ്റ് കവർ മാറ്റാം, സ്റ്റിയറിംഗിലുണ്ടല്ലോ നല്ല കവർ വാങ്ങിച്ചിട്ടോളാം കേട്ടോ, കൈ വിയർക്കാതിരിക്കാനേ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് നല്ല ഓൾട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. പിന്നീട് ഫ്ലോർ മാറ്റ്, തറയിലൊക്കെ നല്ല കാര്യം, ചവിട്ടിയിരിക്കുന്ന തറയിൽ നല്ല മാറ്റ് വാങ്ങിച്ചിടണം, നല്ല ഓൾട്രേഷൻ ആണല്ലോ. പിന്നീട് ഇന്റീരിയർ ആംബിയൻസ് ഒക്കെ കൂട്ടാം, കാര്യം ഇത്രയും കാലം ആരും ഇന്റീരിയർ ആംബിയൻസ് ഇല്ലാതെ എല്ലാം തുറന്നിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്റീരിയർ ആംബിയൻസ് കൂട്ടാം.